നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഞണ്ട് മുരിങ്ങയ്ക്കായിട്ട കറി. നമുക്കിനി ഞണ്ട് വൃത്തിയാക്കി കഴുകിയെടുക്കാം. നമുക്കിനി വൃത്തിയായി കഴുകിയെടുക്കാം. നന്നായിട്ട് മണ്ണുണ്ട് ഇതിനകത്ത്, അതെല്ലാം വൃത്തിയാക്കി കഴുകിയെടുക്കാം. കാലൊക്കെ ഒടിച്ചെടുക്കും. ഇതിനകത്ത് നിറച്ച് മണ്ണായിരിക്കും എപ്പോഴും കിട്ടുമ്പോഴത്തേക്ക്. നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വൃത്തിയാക്കി കഴുകിയെടുക്കണം. നല്ല ഇതിൻ്റെ ഇടയ്ക്കൊക്കെ, കാലിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല മണ്ണ് കയറിയിരിക്കും. ഇങ്ങനെ പൊളന്ന് ഉണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ഇതെല്ലാം കഴുകി, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല മണ്ണായിരിക്കും. പിന്നെ വലിയ ഞണ്ടാണെങ്കിൽ കൊള്ളാം. ഇത് ഇച്ചിരി വലുതാ. എപ്പോഴും ചെറിയ ഞണ്ടായിരിക്കും കിട്ടുന്നത്. ഞണ്ടിന് മുട്ടയുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇതിന് കോറഞ്ഞണ്ടെന്നാ പറയുന്നത്. പണ്ട് ഇത് പെറുക്കി കളയുമായിരുന്നു. ഇപ്പൊ പക്ഷെ ഭയങ്കര വിലയാ ഇതിന്. കാല് ഇങ്ങനെ എടുക്കാം, അല്ലാതെ കാല് കളഞ്ഞും എടുക്കാം. ഇത് കാലിനൊക്കെ നല്ല മാംസമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കുന്നേ നല്ലത്. ഇത് വലിയ കോറഞ്ഞുണ്ടാ, കണ്ടോ? ഇതിന്റെ കാല് കണ്ടോ? വലിയ കാല്. ചെറിയതിൻ്റെ ചെറിയ ഇത് കണ്ടോ? നല്ല കാല്, വലിയ കാല്. ഇതിനകത്ത് നിറച്ച് മാംസമായിരിക്കും. ഞണ്ടിന് ആവശ്യമായ സാധനങ്ങൾ: 3 തക്കാളി അരിഞ്ഞത്, 2 മുരിങ്ങയ്ക്ക അരിഞ്ഞത്, 3-4 കൊച്ചുള്ളി അരിഞ്ഞത്, 4 പച്ചമുളക്, 1 തണ്ട് വേപ്പില, വലിയ കപ്പിന് 3/4 കപ്പ് തേങ്ങ. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. മഞ്ഞൾപ്പൊടി നമ്മളുടെ ആവശ്യം അനുസരിച്ച് ഇട്ടാൽ മതി. തേങ്ങ അരയ്ക്കാൻ നേരത്ത് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയും നമുക്ക് അരച്ചു കൊണ്ടുവരാം. ഞണ്ടിൻ്റെ കൂടെ മുരിങ്ങയ്ക്കായും തക്കാളിയും ഉള്ളിയും പച്ചമുളകിട്ട് വേവിക്കാം. ഞണ്ട് നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. എല്ലായിടത്തും ഉപ്പ് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞണ്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അരപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. ആവശ്യത്തിന് വെള്ളം എന്ന് വെച്ചാൽ ഒരുപാടാകരുത്, കുറുകനെ ഇരിക്കണം. ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ലപോലെ മിക്സ് ആകണം. ഞണ്ടിൽ അരപ്പൊക്കെ പിടിച്ച് മുരിങ്ങയ്ക്കയും പിടിച്ചിരിക്കും. തിളച്ച് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരു വട്ടം കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് നിൽപ്പുണ്ടാന്ന് നോക്കിയാൽ വേണം. കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി കടുക് പൊട്ടിച്ചിടാം. താളിക്കാൻ വേണ്ടി നമുക്ക് വേറൊരു ചട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേപ്പിലയും ഉള്ളിയും കൂടെ ഇടാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കടുക് പൊട്ടിച്ച എണ്ണ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇളക്കി കൊടുക്കാം നമുക്ക്. സ്വാദിഷ്ടമായ ഞണ്ട് കറി റെഡി. എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല രുചിയുള്ള ഞണ്ട് കറിയാണ്. മുരിങ്ങയ്ക്കായിട്ട ഞണ്ട് കറി റെഡി. മുരിങ്ങയ്ക്കായിട്ട ഞണ്ട് കറി ഒരിക്കലെങ്കിലും എല്ലാവരും ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.